നമസ്കാരം. വിദേശ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള സമയം ക്രമീകരിച്ചിരിക്കുകയാണ് കാനഡ. ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് കാനഡ വ്യക്തമാക്കുന്നത്. ഈ ഫാൾ സെമസ്റ്റർ മുതൽ നിയമം നടപ്പിലാക്കുമെന്നും ക്ലാസ് നടക്കുന്ന സമയത്ത് വിദേശ വിദ്യാർത്ഥികൾക്ക് പരിധിയില്ലാതെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ചട്ടം പുതുക്കില്ല എന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ നിന്ന് ജോലി ചെയ്യുന്നത് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിചയം നേടാനും അവരുടെ ചിലവുകൾ നികത്താനും സഹായിക്കുന്നു എന്നത് സത്യമാണ്. വിദേശ വിദ്യാർത്ഥികൾ കാനഡയിലെത്തുമ്പോൾ ഇവിടെ ജീവിക്കാനായി തയ്യാറെടുക്കണമെന്നും അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് വിജയിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നതായും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. കാനഡയിലേക്ക് വിദ്യാർത്ഥികളായി വരുന്ന ആളുകൾ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് ഇവിടെ പഠിക്കാനായിരിക്കണം, ജോലിയല്ല പ്രധാനമെന്നും ഇമിഗ്രേഷൻ മന്ത്രി വ്യക്തമാക്കി. 2022 ഒക്ടോബറിൽ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഓഫ് ക്യാമ്പസ് വർക്ക് അംഗീകാരമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ താൽക്കാലികമായി അനുവദിച്ചിരുന്നു. വരാനിരിക്കുന്ന അക്കാദമിക് സെമസ്റ്റർ മുതൽ ക്ലാസുകൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. ജോലി ചെയ്യാനായി കൂടുതൽ സമയം അനുവദിക്കുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം കാനഡയിൽ ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിച്ചേക്കാവുന്ന വിദ്യാർത്ഥികളെ തടയാനും പുതിയ നിയമം സഹായിക്കും. കാനഡയിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനായി ചട്ടങ്ങളിൽ കൂടുതൽ മാറ്റം വരുത്തുകയാണ് സർക്കാർ. പഠനാനുമതി ലഭിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയിൽ നിന്ന് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നേടിയിരിക്കണം. പഠനകാലത്ത് ജോലി ചെയ്യണമെങ്കിൽ സ്റ്റഡി പെർമിറ്റ് കൈവശം വയ്ക്കണം എന്നും അക്കാദമിക രംഗത്തും നിലവാരം പുലർത്തണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 28 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് പ്രകടനത്തിൽ പ്രകടമായ ഇടിവ് അനുഭവപ്പെടുന്നതായി കണ്ടെത്തി. കൂടാതെ ആഴ്ചയിൽ 24 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നത് വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സുകളിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു.